MSW വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എർത്ത് ഡാമുകളിൽ ഇന്ത്യയിൽ ഏറ്റവും വലുതും ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിലേക്കാണ് ഇന്നത്തെ സായാഹ്നം ഞങ്ങൾ സഞ്ചരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത രാജാവായിരുന്ന മഹാബലി രാജാവിൻ്റെ മകനായ ബാണാസുരയിൽ നിന്നാണ് ഈ എർത്ത് ഡാമിന് ബാണാസുര എന്ന നാമം ലഭിച്ചത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ബാണാസുര കുന്നുകൾ. മഹാബലി രാജാവിൻ്റെ മകൻ ബാണാസുര ഈ കൊടുമുടിക്ക് മുകളിൽ കയറിയിരുന്ന് തപസ് ചെയ്തിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഈ അണക്കെട്ടിന് ബാണാസുര ഡാം എന്ന് പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു. സഞ്ചാരികളെ ആകർഷിക്കാൻ ബാണാസുരസാഗർ ഡാം പാർക്കുകളും ബോട്ടിംഗ് സർവീസുകളും തുറന്നിട്ടുണ്ട്. കെട്ടിനിൽക്കുന്ന വെള്ളത്തെ കീറിമുറിച്ചുകൊണ്ട് ബോട്ടുകൾ തലങ്ങും വിലങ്ങും പായുന്നു. കുടിവെള്ളത്തിനും ജലസേചനത്തിനും വേണ്ടി കക്കയം ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1979 ഈ ഡാം നിർമ്മിച്ചത്. പാറക്കല്ലുകളും മണ്ണും കൊണ്ട് ഈ വെള്ളം കെട്ടിനിർത്തിയത് കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന ബഹുമതി ഈ ഡാമിന് ലഭിച്ചത്. ഇടയ്ക്കിടെ കാണുന്ന കുന്നുകളും മനോഹരമായ പൂന്തോട്ടങ്ങളും ബോട്ട് സർവീസുമൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കുളിർമയേകുന്നു. കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്കായി നിരവധി ഇരിപ്പിടങ്ങളും ഫോട്ടോ വ്യൂ പോയിന്റും പാർക്കുകളും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒഴുകുന്ന സോളാർ പാനൽ എന്ന ബഹുമതി ഈ ഡാമിന് ലഭിച്ചിരുന്നു. ബോട്ട് സർവീസ് നടത്തുമ്പോൾ ആ പാനൽ കാണാവുന്നതാണ്. നാലരയായതോടെ സർവീസുകൾ മതിയാക്കി വിശ്രമിക്കുന്ന ബോട്ടുകളെ കാണാം.
നടന്ന് ക്ഷീണിച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല. തിരിച്ചുവരവ് സിപ്പ് ലൈനിലൂടെയാവാം. യാത്രക്കാർ നിരവധി സിപ്പ് ലൈനിലൂടെ കടന്നു പോകുന്നത് കാണാം. ഇതുപോലുള്ള മറ്റനേകം വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബാനസുരസാഗർ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന വീഡിയോ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നൗ.